അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ ഖുർആനും ഹദീസും അതിൻ്റെ തഫ്സീർ വിശദീകരണങ്ങൾ കൂടാതെ വായിക്കുന്ന സമയത്ത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അത്തരത്തിൽ സൂഫി ഗീതത്തിൻ്റെ ബാഹ്യമായ അർത്ഥങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ തെറ്റിദ്ധരിക്കപ്പെടൽ സാധാരണയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തനിതായ ഇസ്ലാമിക മാർഗത്തിൽ കേരളത്തിൻ്റെ സൂഫി ഗീത കലാരംഗത്തെ അതുല്യ വ്യക്തിത്വം ഇച്ഛമസ്താനിൻ്റെ അലുപ്പവിരുദ്ധം ഇവിടെ വിവരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഖാഫനൂന് കമാലിയത്ത് കദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നിണ്ട് കൊതിച്ച് ഞാൻ, കരഞ്ഞ് നിണ്ട് കൊതിച്ച് ഞാൻ. ഖാഫനൂന് കമാലിയത്ത് കദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നിണ്ട് കൊതിച്ച് ഞാൻ, കരഞ്ഞ് നിണ്ട് കൊതിച്ച് ഞാൻ. ഇച്ഛമസ്താനിന് മത്തുപിടിച്ചതായിരുന്നു. മത്തുപിടിപ്പിച്ചത് ഹബീബരായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. ഇലാഹി അനുരാഗത്തിൻ്റെ ഹൃദയ ചുംബനങ്ങൾ ആസ്വദിക്കാൻ ഏക തുണ ഹബീബരായ തങ്ങളാണ്. നശ്വരമായ ഈ ജീവിതത്തിന് അർത്ഥവും ആത്മാവും പകരാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും യോഗ്യരായവർ മറ്റാരാണുള്ളത്? ഇച്ഛ പാടുകയാണ്. ആഫിയത്ത് തടീക്കി കൽബിലും ആക്കി ദീനിനെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹളറത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീക്കി കൽബിലും ആക്കി ദീനിനെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹളറത്ത് നല്ല മുഹമ്മദാ. ഭൗതിക ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥ മാത്രമാണോ ആഫിയത്ത്? അല്ല, മറിച്ചത് ആത്മാവിൻ്റെത് കൂടിയാണ്. തടിക്കും കൽബിനും ആയിരാരോഗ്യം പ്രദാനം ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തോളം വലിയ മരുന്ന് മറ്റേതാണുള്ളത്? ഇച്ച അവസാനിപ്പിക്കുകയല്ല, അവിടുന്ന് ആഖിറത്തിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൽക്കാരത്തിൽ മുമ്പന്തിയിൽ സ്ഥാനമുറപ്പിക്കാൻ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. മൂപ്പരമ്പിയമുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ, മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. മൂപ്പരമ്പിയമുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ, മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. ഖാഫനൂന് 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 കമാലിയത്ത് കദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നിണ്ട് കൊതിച്ച് ഞാൻ, കരഞ്ഞ് നിണ്ട് കൊതിച്ച് ഞാൻ. ഹൃദയം ഒരു കുഞ്ഞിനെ പോലെയാണ്. ഇച്ഛകൾക്ക് പിന്നാലെ അത് കുതിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ആശാമരിച്ചികകൾ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഹൃദയത്തെ ബലി കൊടുക്കാതിരിക്കാൻ സാധിക്കണം. അപ്പോഴും ഏക തുണ ഹബീബരായ തങ്ങൾ മാത്രമാണ്. ഇച്ഛമസ്താനിന്റെ മറ്റൊരു വിരുദ്ധം നമുക്കിങ്ങനെ വായിക്കാം. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. തങ്കച്ചി പെണ്ണ് മനുഷ്യ മനസ്സാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണ് എന്നുകൊണ്ട് ഇച്ഛ ഉദ്ദേശിച്ചത് മർത്യ മനസ്സുകളെ കുറിച്ചാണ്. മുല്ലമലർമണം വീശുന്ന ആശിഖിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മുല്ലമലർമണം വീശുന്ന ആശിഖിൻ
ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാണിക്യ താലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല. മാണിക്യ താലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിക്കാതെയുള്ള ജീവിതം അരുതേ മോനെ. ഭൗതിക ലോകത്തിന്റെ പളപളപ്പിൽ രമിച്ച് നീ നിന്റെ ആയുസ്സിനെ കുറുതിക്കളയല്ലേ മോനെ എന്നാണ് അവിടുന്ന് അവസാനമായും പറഞ്ഞു വെക്കുന്നത്. പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ടു പോകുമ്പോ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. പുറപ്പെട്ടു പോകുമ്പോ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.